വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കരുത്തു പകരാൻ 2 സുപ്രധാന പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാകുന്നത്. വിഴിഞ്ഞത്തെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയും വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള റിംഗ് റോഡും സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. വിഴിഞ്ഞത്തെ ചരക്കുനീക്കം സുഗമമാകണമെങ്കിൽ മികച്ച കണക്ടിവിറ്റി വേണം. കൂറ്റൻ കണ്ടെയ്നർ ട്രെയിലറുകൾക്ക് പോകാൻ പശ്ചാത്തല സൗകര്യമൊരുക്കണം. വിഴിഞ്ഞം ബാലരാമപുരം റെയിൽപാതയും റിംഗ് റോഡുമെല്ലാം യാഥാർത്ഥ്യമായാലേ പൂർണ്ണാർത്ഥത്തിൽ വിഴിഞ്ഞം ജനോപകാരപ്രദമാവുകയുള്ളൂ. 10.76 കിലോമീറ്റർ റെയിൽപാതയിൽ 9.5 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയാണ് 1400 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെയ്നർ യാർഡും നിർമ്മിക്കും. നിലവിൽ പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനങ്ങൾ കഴിഞ്ഞു. കേന്ദ്ര റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. റോഡിലൂടെയുള്ള ചരക്ക് നീക്കം ഗതാഗത തടസ്സങ്ങളില്ലാതെ നടക്കുക എന്നതാണ് റിംഗ് റോഡിന്റെ പ്രധാന ലക്ഷ്യം. 2 വർഷത്തിനുള്ളിൽ റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കേവലം വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള കണക്ടിവിറ്റി മാത്രമല്ല റിംഗ് റോഡും തുരങ്കപാതയും തുറന്നിടുന്നത്. തെക്ക് തിരുവനന്തപുരം മുതൽ മധ്യ കേരളം വരെയുള്ള അനേകം വികസന കുതിപ്പുകൾക്കുള്ള കവാടം കൂടിയാണ് തുറക്കപ്പെടുന്നത്. വിഴിഞ്ഞത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.